ഇത് നമ്മൾക്ക് രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ്. ബീയിങ് ദ ലാസ്റ്റ് ക്ലാസ് രണ്ട് പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. ഒന്ന് ഡിമാൻഡ് ഫോർ മണി, രണ്ടാമത് നമ്മൾ മോണിറ്ററി പോളിസിയും കൂടി എടുക്കും. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആണ്, വി ഹാവ് ടു ഗോ എ ബിറ്റ് ഫാസ്റ്റ്. ഇന്നലെ നമ്മൾ ഇൻട്രഡക്ഷൻ കഴിഞ്ഞു. ഡിമാൻഡ് ഫോർ മണി എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ പണം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ കൈവശം വെക്കുന്നത്? നമുക്കറിയാം, ഇറ്റ് ഈസ് മെയിൻലി മെൻ ഫോർ പീപ്പിൾ ഹോൾഡ് മണി ബിക്കോസ് ഇറ്റ് ഹാസ് എ പർച്ചേസിങ് പവർ, ആൻഡ് പീപ്പിൾ ഓൾസോ ഹോൾഡ് ക്യാഷ് ഇൻ ഓർഡർ ടു ക്യാരി ഔട്ട് ട്രാൻസാക്ഷൻസ്. ദാറ്റ് ഈസ്, എന്താണ് ജനങ്ങളുടെ സാധാരണഗതിയിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്? ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ടു ബൈ വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. No one will earn money and keep it idle. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്കത് ഉപയോഗിക്കണം. So in their day-to-day activities they have to spend money. അപ്പോൾ people usually hold cash അല്ലെങ്കിൽ ഹോൾഡ് മണി. ജനങ്ങൾ പണം കൈവശം വെക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം വിവിധ സാധനങ്ങളും വസ്തുക്കളും മേടിക്കുന്നതിനാണ്. അപ്പോൾ എന്തുമാത്രം ട്രാൻസാക്ഷനാണ് ജനങ്ങൾ അണ്ടർടേക്ക് ചെയ്യുന്നത്? അതിനെ പറയുന്നത് PT എന്നാണ്. ദാറ്റ് ഈസ്, വാട്ട് ഈസ് P? P ഈസ് ദ പ്രൈസ് ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആൻഡ് T ഈസ് ദ എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ ദാറ്റ് ഹാസ് ടേക്കൻ പ്ലേസ്. അപ്പൊ പ്രൈസ് ഇൻറ്റു ദ എമൗണ്ട് ഓഫ്, നമ്മൾ ഒരു വസ്തുവിൻ്റെ വില 10 രൂപയാണെങ്കിൽ നമ്മൾ എത്രയാണ് അതിൻ്റെ ട്രാൻസാക്ഷൻ എടുക്കുമ്പോൾ 5 എണ്ണമാണെങ്കിൽ 5 × 10 ദഫോ 50 എന്ന് കിട്ടും. അപ്പോൾ T ഈസ് ദ ട്രാൻസാക്ഷൻ വാല്യൂ എന്ന് പറയും. ദെൻ നമ്മൾക്ക് എപ്പോഴും പറയാറുണ്ട്, ദ വാല്യൂ ഓഫ് മണി ഈസ് ഈക്വൽ ടു ദ നോമിനൽ ക്വാണ്ടിറ്റി ഓഫ് മണി സപ്ലൈ, ദാറ്റ് ഈസ് M. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞു വരുന്നത്? എന്താണ് വെലോസിറ്റി? ഒരു പ്രത്യേക യൂണിറ്റ് ഓഫ് മണി ഒരു പ്രത്യേക കാലയളവിൽ, ലെറ്റ് സേ 1 ഡേ, എത്ര ആളുകളുടെ കൈവശം കൂടി പിന്നെ പാസ് ചെയ്യുന്നുവോ അതിനാണ് അതിനെ പറഞ്ഞത് വെലോസിറ്റി ഓഫ് മണി. സോ ഒരു 100 rupees നോട്ട് രാവിലെ നമ്മൾ പോയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കൊടുക്കുന്നത് ഫോർ അവർ ബ്രേക്ക്ഫാസ്റ്റ്, that 100 rupee നോട്ട് ആ ഒറ്റ ദിവസം എത്ര ആളുകളുടെ കൈവശം കൂടിയാണ് നടക്കുന്നത്, അതാണ് അതിൻ്റെ വെലോസിറ്റി. അപ്പൊ 5 പേരുടെ കൈവശം കൂടിയാണ് പോവുകയാണെങ്കിൽ 5 × 100, അപ്പൊ എത്രയാണ്? 500 രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ഒരു ദിവസം അത് ആ പണം കൊണ്ട് നമുക്ക് എടുക്കാൻ സാധിച്ചത്. Therefore MV is equal to, that is the price level. Then നമ്മൾക്ക് ഇവിടെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ 60 units of goods ആണ്. Suppose that 60 units of goods Z is sold at the rate of 5. അപ്പോൾ ടോട്ടൽ ട്രാൻസാക്ഷൻ മീൻസ് എന്താണ്? 60 × 5, that is 300 PT. അപ്പോൾ 60 × 5, that is equal to 300 per year. അപ്പോൾ മണി സപ്ലൈ 100 ആണെങ്കിൽ then വെലോസിറ്റി അപ്പോൾ 300 ആണെങ്കിൽ വെലോസിറ്റി ഷുഡ് ബി 3 times per year. അപ്പോൾ in order for 300 rupees of transaction to take place with 100 rupees of money, each rupee must change hand at least thrice in a year. 3 പ്രാവശ്യമെങ്കിലും ഇത് കൈമാറ്റം വന്നാൽ മാത്രമേ അത് 300 എത്തുള്ളൂ. That is velocity of money എത്തുള്ളൂ. So the quantity equation is an identity, that is equality is and V remains constant, then either P or transaction must increase. അപ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, it is putting fixed. അപ്പോൾ ഏതെങ്കിലും കാരണവശാലും മണി സപ്ലൈ വർദ്ധിക്കുകയാണെങ്കിൽ then there will be either price or there will be then either the price or the transaction must increase. അപ്പോൾ ഒന്നില്ലെങ്കിൽ ട്രാൻസാക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. കാരണം വെലോസിറ്റി ഓഫ് മണി ഈസ് ഇറ്റ് ഈസ് പുട്ട് ആസ് എ ഫിക്സ്ഡ്. ദെൻ ദ വോളിയം ഓഫ് ട്രാൻസാക്ഷൻ ഈസ് ഡിഫിക്കൽട്ട്. നമുക്കറിയാം എന്തുമാത്രം ഒരു ട്രാൻസാക്ഷൻ നടത്തണം, നമുക്ക് എത്ര പേരുടെ കൈവശം ഈ പണം മൂവ് ചെയ്തെടുത്ത് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ദെർഫോർ അത് കാരണമാണ് ഈ ഇക്കോണമിസ്റ്റ് അവർ ഒരു ഡിഫറെന്റ് വേർഷൻ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മണി പറയുന്നത്. ദാറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് യൂസിങ് T, that is transaction, they use it Y. അങ്ങനെ വരുമ്പോൾ the real total output or the income will be written as MV is equal to P
വൈ. കാരണം എന്താണ്? ടിയുടെ സ്ഥലത്ത് നമ്മൾ വൈ നമ്മൾ എന്ത് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. പിന്നെ ഇൻകം വെലോസിറ്റി നമുക്കറിയാം, ദ നമ്പർ ഓഫ് ടൈംസ് ദ മണി സ്റ്റോക്ക് ടേൺസ് ഓവർ എ ഇയർ ഇൻ ഓർഡർ ടു ഫൈനാൻസ് ദ നാഷണൽ ഇൻകം ഫ്ലോ, ടെക്നോളജി ആൻഡ് ദ പേയ്മെന്റ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ സൊസൈറ്റി. അപ്പൊ ഏത് രീതിയിൽ കൂടിയാണ് പണം നമ്മൾ വെലോസിറ്റി നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നത്? അത് നമ്മൾ ടെക്നോളജിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ പേയ്മെന്റ് ഹാബിറ്റ്സ് ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾ ക്യാഷ് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ചെക്കിൽ കൂടിയോ അല്ലെങ്കിൽ പിന്നെ ഗൂഗിൾ പേ കൂടിയോ ഇതെല്ലാം വരുമ്പോൾ to measure the velocity of money, it becomes very, very difficult. അപ്പോൾ അത് കാരണം ഫിഷറും മറ്റ് ക്വാണ്ടിറ്റി തിയറികൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്നത് the equilibrium level of the velocity was determined by such institutional factors and could be regarded as fixed in the short term. അപ്പോൾ വെലോസിറ്റി എന്തുമാത്രമാണെന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായത് കാരണം വി എന്ന് പറഞ്ഞ ആ സിമ്പിൾ, അത് വെലോസിറ്റി ഓഫ് മണി, ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഇൻ ദ ഷോർട്ട് ടേം ഓർ ഇറ്റ് ഈസ് കെപ്റ്റ് ആസ് കോൺസ്റ്റന്റ് ഇൻ ദ ഷോർട്ട് ടേം. അപ്പോൾ ക്ലാസിക്കൽ ഇക്കോണമിസ്റ്റ് ഓൾസോ അസ്യൂംഡ് ദാറ്റ് ദ ഔട്ട്പുട്ട് വൈ ഈസ് ഓൾസോ. അപ്പോൾ വിയും വൈയും അതുപോലെ തന്നെ അവരുടെ അഭിപ്രായത്തിൽ കോൺസ്റ്റന്റ് ആണ്. ദെർഫോർ ക്വാണ്ടിറ്റി ഇക്വേഷൻസ് നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ കൂടി എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് ദ റിസൾട്ട്, the quantity of money determines the price level. The quantity of money, the result is okay, assumed as constant. Here, therefore, there exists a proportional relationship between exogenous money supply. Exogenous means outside in the money supply and the price level. കാരണം the quantity of money suggests that change in money supply causes a proportionate change in price level. ബാക്കിയെല്ലാം വി ഇതെല്ലാം വൈ ഇതെല്ലാം കെപ്റ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ദേ ആർ നോട്ട് എക്സേർട്ടിങ് എനി പ്രഷർ. അപ്പൊ അത് പറയുന്നത് ഈ പിന്നെ ഇർവിങ് ഫിഷേഴ്സ് അല്ലെങ്കിൽ ഫിഷേഴ്സ് പിന്നെ തിയറി പറയുന്നത് വാട്ട് ഈസ് ഇറ്റ്, ദാറ്റ് ചേഞ്ച് ഇൻ മണി സപ്ലൈ. മണി സപ്ലൈയിൽ ഏതെങ്കിലും കാരണവശാൽ ഒരു രാജ്യത്തിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ കോസ് പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ദി പ്രൈസ് ലെവൽ ഓൾസോ. അപ്പോൾ മണി സപ്ലൈ കൂടിയിട്ടുണ്ടെങ്കിൽ പ്രൈസ് ലെവൽ കൂടും, വേർ വി ഹാവ് ഗോട്ട് ഇൻഫ്ലേഷൻ. മനസ്സിലായോ? മണി സപ്ലൈ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫ്ലേഷൻ ആണ്. അപ്പോൾ പ്രൈസസ് അതനുസരിച്ച് സാധാരണ പിന്നെ താഴത്തേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ക്വാണ്ടിറ്റി തിയറി നമ്മൾ സമ്മറൈസ് ചെയ്യണേ, ദാറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മണി ഡിറ്റർമിൻസ് ദ പ്രൈസ് ലെവൽ. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് കൊട്ടേഷൻ. ഒരു രാജ്യത്തിൽ എന്തുമാത്രം പണമാണ് ഉള്ളത്, ആ പണമാണ് യഥാർത്ഥത്തിൽ ആ രാജ്യത്തിന്റെ എന്താണ് പ്രൈസ് ലെവൽ ഇത് ചെയ്യുന്നത്. ഈ മണി സപ്ലൈ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം. മണി സപ്ലൈ കൂടുതലാണെങ്കിൽ എന്തായിരിക്കും? ഇഫ് മണി സപ്ലൈ ഈസ് മോർ, ദെൻ വി ഹാവ് ഗോട്ട് ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ, ദെർബൈ ലീഡിങ് ടു ഇൻഫ്ലേഷൻ. നേരെ മറിച്ച് മണി സപ്ലൈ കുറവാണെങ്കിൽ ഇറ്റ് വിൽ ലീഡ് ടു ഡിഫ്ലേഷൻ, ദെർബൈ ലീഡിങ് ടു എ fall in the prices. Then the central bank controls a percentage of money in the money supply. Percentage change in the velocity is zero, and velocity as velocities നമ്മൾക്കറിയാം ഈ സെൻട്രൽ ബാങ്കിന് ഒരു പ്രധാനമായിട്ടൊരു പങ്കുണ്ട്. They have to, കാരണം അതിനെ പറഞ്ഞ മോണിറ്ററി പോളിസി എന്നാണ്. ഫിസ്ക്കൽ പോളിസി ഈസ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ്. Monetary policy is issued by the central bank in order to avoid the evils of inflation and deflation. To stabilize the economy. നമ്മൾക്ക് അടുത്ത് കഴിഞ്ഞ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അല്ലെങ്കിൽ ഫീച്ചർ ഫങ്ഷൻസ് ഓഫ് മോണിറ്ററി പോളിസി എടുക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. Therefore, percentage change in velocity നമ്മൾ പറഞ്ഞു കോൺസ്റ്റന്റ് ആണ്, and percentage change in the price level is the inflation നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തുമാത്രമാണ് പ്രൈസ് ലെവൽ, എന്തുമാത്രമാണ് വ്യത്യാസം വരുന്നത്, ദാറ്റ് വിൽ ആക്ച്വലി ഡിറ്റർമിൻ ദ ലെവൽ ഓഫ് പ്രൈസ് ചേഞ്ചിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് ഇൻഫ്ലേഷൻ്റെ റേറ്റിലും വ്യത്യാസം വരും. പ്രൈസ് ചേഞ്ച് കുറയുകയാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കുറയും, പ്രൈസ് ചേഞ്ച് കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടുകയും ചെയ്യും. ദാറ്റ് ഈസ് ഇറ്റ്. ഇനി ഇത് കൂടാതെ കേംബ്രിഡ്ജ് കാര്യം വേറൊരു വേർഷനായിട്ട് വന്നിരിക്കുന്നതാണ്. കാരണം മാർഷലും പിന്നെ കേംബ്രിഡ്ജ് ഇക്കോണമിസ്റ്റ് മാർഷൽ, പിഗു ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പുതിയൊരു തിയറി, വലിയ നത്തിങ്. ഈ കേംബ്രിഡ്ജിന്റെ തിയറി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ലാസ്റ്റ് പറയും വൺ ഈസ് ലുക്കിംഗ് അറ്റ് ദ ഡിമാൻഡ് സൈഡ് ആൻഡ് ദി അതർ വൺ ഈസ് ലുക്കിംഗ് അറ്റ് ദ സപ്ലൈ സൈഡ്. ദാറ്റ് ഈസ് ദ ഓൺലി തിങ്. വലിയ വ്യത്യാസമൊന്നുമില്ല. ടുവേർഡ്സ് ദ എൻഡ് ഐ വിൽ ടെൽ യു ദാറ്റ് നമ്മളുടെ
Fisher's equation will look into the demand side, and Cambridge approach will look into the supply side of money. അവരും പറയുന്നത് എന്താണ്? There is a proportional relationship between quantity of money and aggregate price. ഇവിടെ അവരും പറഞ്ഞത് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. There is a proportional money supply proportional ആയിട്ട് കൂടിയാണെങ്കിൽ പ്രൈസും അതനുസരിച്ച് കൂടും. മണി സപ്ലൈ കുറയുകയാണെങ്കിൽ അതനുസരിച്ച് കുറയുകയും ചെയ്യും. അപ്പോൾ മാർഷൽ പറയുന്നത് there is a limit. ജനങ്ങൾ എന്തുമാത്രമാണ് കൈവശം പണം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങളാണ്. കാരണം ജനങ്ങൾ പ്രധാനമായിട്ട് കൈവശം കാശ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പല പല ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് ഓൾസോ ഫോർ പ്രിക്കോഷൻ. വാട്ട് ഈസ് പ്രിക്കോഷൻ? ഫ്യൂച്ചർ ഈസ് അൺസർട്ടൺ. കോഷ്യസ് ആയിരിക്കണം. എനിത്തിങ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. മനസ്സിലായോ? ഇതേപോലെ നമുക്ക് നല്ല തൊഴിലും നല്ല ശമ്പളം കിട്ടുന്നവർ ചിലപ്പോൾ മാന്യം വരുമ്പോൾ ഇഷ്ടം പോലെ IT കമ്പനിക്കാർ അവർക്ക് ലേ ഓഫ് കൊടുക്കുന്നതാണ്. 2009 ഡിപ്രഷൻ, വേൾഡ് ഗ്ലോബൽ റിസഷന്റെ സമയത്ത് പല ആളുകളും കാറ് പോലും വഴിയിലിട്ട് പോയി കളഞ്ഞു. കാരണം they cannot afford. വളർത്തു നായകളെ തെരുവിലിട്ട്. കാരണം ഈ സാധാരണ വീടുകളിൽ വളർത്തുന്ന പോലത്തെ വളർത്തു നായകളല്ല, അവർ കുട്ടികളെ പോലെ തന്നെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡ് മേടിച്ചു കൊടുക്കും. they cannot afford. കാറെല്ലാം വല്ല വിജനമായിട്ട് സ്ഥലത്ത് കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയി. കാരണം കാറിൽ പെട്രോൾ അടിക്കാൻ പൈസയില്ല. പല കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് നിർത്തേണ്ടി വന്നു. മനസ്സിലായോ? പല പല ലോണുകൾ അവർക്ക് അടച്ചു തീർക്കാൻ പറ്റാതെ പോയി. ഇങ്ങനത്തെ ഉള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പൊ ഫോർ ജനങ്ങൾ എന്താണ് എപ്പോഴും കാശ് ആവശ്യപ്പെടുന്നത്? ഒന്ന് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട്, രണ്ടാമത് പ്രിക്കോഷന് വേണ്ടിയിട്ട്. പക്ഷേ കാശ് കൈവശം വെക്കുന്നതിന് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഓഫ് ലോസ്റ്റ് ഇൻകം. അതായത് കാശ് കൈവശം, വാട്ട് ഈസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്? ഇറ്റ് ഈസ് ദ കോസ്റ്റ് ഓഫ് നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. ഇപ്പൊ കാശ് കൈവശം വെക്കണേന്ന്, എൻ്റെ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണ്? ഞാൻ ഇതുകൊണ്ട് ബാങ്കിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് കിട്ടും, അത് ഞാൻ വേണ്ടെന്ന് വെക്കണേന്ന്. ഇറ്റ് ഈസ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ദാറ്റ് ഈസ് ഫോർഗോൺ. അത് വേണ്ടാന്ന് വെക്കുന്നത്. ബാങ്കിൽ കൊണ്ടിട്ട് ഇൻട്രസ്റ്റ് കിട്ടും, അത് വേണ്ടാന്ന് വെക്കണേ. ആൻഡ് ഐ ആം ഹോൾഡിങ് ക്യാഷ് ഇഫ് വേർ ടു ബി ഇൻവെസ്റ്റഡ് where we reach. So quantity theory of money. Transaction needs a precautionary, and there is a opportunity cost of income if the money were to be invested in assets. അപ്പോൾ മണി ഇൻവെസ്റ്റ്മെന്റിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് അസറ്റ്സിലോ ബോണ്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, വരുമാനം കിട്ടും. ഇത് വേണ്ടാന്ന് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ കൈവച്ച് പണം നമ്മൾ കീപ്പ് ചെയ്യുന്നത്. സോ മണി വിൽ ബി ഹെൽഡ് in so far as the yield in terms of convenience and security outweighs the income lost. അപ്പോൾ കൈവശം പണം വെക്കാനായിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഇൻകം ലോസിനെ കാട്ടിയുള്ള കൂടുതൽ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾ കൈവശം പണം വെക്കുള്ളൂ. പണം കൈവശം വെച്ചിട്ട് കാര്യമില്ല. ട്രാൻസാക്ഷന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് മറ്റേ ഏതെങ്കിലും രീതിയിൽ കൂടി കാണാം, പ്രിക്കോഷന് വേണ്ടിയിട്ട് നമുക്ക് വേറെ രീതിയിൽ എന്തെങ്കിലും നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്? ദ സെക്യൂരിറ്റി ഔട്ട്വെയ്സ് ദ ഇൻകം ലോസ്റ്റ്. നമ്മൾ പണം കൈവശം കീപ്പ് ചെയ്യുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇൻകം ലോസിനെ കാട്ടി കൂടുതലായിരിക്കണം. Then what is the minimum amount of money held by the? എന്തുമാത്രമാണ് ജനങ്ങളുടെ കൈവശം പണം വെക്കുന്നത് ആർക്കും പറയാൻ പറ്റില്ല. കേംബ്രിഡ്ജ് എക്കോണമിസ്റ്റ് അസ്യൂം ചെയ്യുന്നത് the demand for real money balances is proportional to income. ഇൻകം ഇല്ലാത്തവന് അവന് സേവിങ്സ് ഒന്നുമില്ല. സാധാരണ കൂലിപ്പണിക്കാരുണ്ട്, അന്നിന്ന് കിട്ടുന്ന വരുമാനം അന്നിന്ന് തന്നെ ചെലവാക്കേണ്ടി വരും. നേരെ മറിച്ച് ഹയർ ഇൻകം ലെവലിലുണ്ട്, ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന, കോടികൾ ഒരു ദിവസം കിട്ടുന്ന ആളുകളുണ്ട്. ടാറ്റയും അതുപോലെ തന്നെ അദാനിയും മുകേഷ് അംബാനിയും ഇതുപോലത്തെ ഉള്ള ആളുകൾക്കൊക്കെ ഒരു ദിവസം കിട്ടുന്ന പണം കോടികളാണ്. So they will actually Cambridge, the demand for real money balances is proportional to the income. കൂടുതൽ പണം ഉണ്ടെങ്കിൽ അവരുടെ അതനുസരിച്ചല്ല അവരുടെ ഡിമാൻഡും, അവർ പിന്നെ വിപണിയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളും അതനുസരിച്ചുള്ള സാധനങ്ങളായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ഇതെന്താ പറയുന്നത്? MYP is close the demand is equal to KY. And what is K? It is the fraction of the income that people wish to hold as cash balances. എന്നാൽ പറഞ്ഞു കെയും ആറും പറഞ്ഞു. It is the cash balance, or it is the fraction of income which the people try to hold as cash balances. And ഇതും
constant and K is also kept a constant. Therefore, equilibrium of money supply is equal to MYP bracket, close bracket, and D, that is equal to M divided P. Then equating 9.6 9.5 9.6 കൂടി equate ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? Now equating M bracket 1 by K close the bracket is equal to PY. That is that. You should note that the equation 9.7 is equivalent to MV is equal to PY. നമ്മൾ T നമ്മൾ Y ആയിട്ട് നമ്മൾ substitute ചെയ്ത്, therefore that will come. It will be MV is equal to money into velocity is equal to price into Y is Tക്ക് പകരമായിട്ട് നമ്മൾ Y വെച്ചിരിക്കുന്നതിന്. അപ്പോൾ അതിനെ പറഞ്ഞത് V is equal to 1 by K. അപ്പോൾ ഫിഷേഴ്സ് ഈക്വേഷനും അതുപോലെ തന്നെ കേംബ്രിഡ്ജ് ഈക്വേഷനും ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് പറയുന്നത്? K is the money demand parameter and V is the velocity of money. Then more money, if people hold more money for each unit of income, V is more. അപ്പോൾ കിട്ടുന്ന വരുമാനം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെലവാക്കിയാലേ വെലോസിറ്റി വരുള്ളൂ, അതിന്റെ സർക്കുലേഷൻ വരുള്ളൂ. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ പീപ്പിൾ ഹോൾഡ് മോർ മണി ഓഫ് ഫോർ ഈച്ച് യൂണിറ്റ് ഓഫ് ഇൻകം, വി വിൽ ബി സ്മോൾ. കൂടുതൽ വരുമാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വരുമാനത്തിൽ നിന്ന് നല്ലൊരു ശതമാനം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി കുറവായിരിക്കും. നേരെ മറിച്ച് കുറച്ച് പൈസ മാത്രമേ അത്യാവശ്യമായിട്ടുള്ള ട്രാൻസാക്ഷന് വേണ്ടിയിട്ടും പ്രിക്കോഷന് വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ട് ബാക്കി കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ വെലോസിറ്റി വളരെ ലാർജ് ആയിരിക്കും. കാരണം മണി വിൽ ചേഞ്ച് ഹാൻഡ്സ് വെരി ഫ്രീക്വന്റ്ലി. അപ്പൊ ഇവിടെ കെയും വിയും അത് just like both sides of the same coin ആണ്. ആൻഡ് ഇവിടെയും ഫിഷേഴ്സ് അപ്രോച്ചിനെ പോലെ തന്നെ V is also assumed to be fixed and K is also assumed to be fixed. അപ്പോൾ എന്താണ് ഫണ്ടമെന്റൽ ഡിഫറൻസ്? എന്താണ്? കേംബ്രിഡ്ജ് അപ്രോച്ച്, ദ ക്വാണ്ടിറ്റി തിയറി ഓഫ് however in the Cambridge approach the quantity is seen from the perspective of demand for money, and on the other hand എന്താണ് ഫിഷേഴ്സ് അപ്രോച്ച് ഈസ് seen from the എന്താണ് സപ്ലൈ ഓഫ് മണി. വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറഞ്ഞു രണ്ടും തമ്മിലുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. ഇറ്റ് ഈസ് ദ ക്വാണ്ടിറ്റി തിയറി, ബോത്ത് ദി അപ്രോച്ചസ് അറൈവ് അറ്റ് ദ സെയിം കൺക്ലൂഷൻ. എന്താണ്? വൺ ഈസ് കേംബ്രിഡ്ജ് അപ്രോച്ച്, ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ ഡിമാൻഡ് ഫോർ മണി, ആൻഡ് ഫിഷേഴ്സ് അപ്രോച്ച് ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ദ സപ്ലൈ ഓഫ് മണി. അപ്പൊ നമ്മളുടെ ക്വാണ്ടിറ്റി ഓഫ് മണി ഏതെങ്കിലും കാരണവശാൽ ഇപ്പൊ നിലവിലുള്ളതിനെക്കാട്ടി ഡബിൾ ആണെന്ന് വിചാരിക്കുക. അതിന്റെ അർത്ഥം എന്താണ്? It results in excess of money supply over demand for money. ഇപ്പൊ ക്വാണ്ടിറ്റി ഓഫ് മണി ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ആണ് വർദ്ധിക്കുന്നത് ഓവർ ദ ഡിമാൻഡ് ഫോർ. അപ്പൊ ഈ എക്സസ് ക്യാഷ് അവരെന്ത് ചെയ്യും? ഒന്നുമില്ലെങ്കിൽ ഇപ്പോൾ മേടിക്കുന്നതിനെക്കാട്ടി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാൻ തുടങ്ങും. People will try to put into consumption and investment, increasing the demand for commodities. അല്ലെ? സപ്ലൈ ഓഫ് മണി ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് റിമെയിൻസ് സെയിം. എന്ത് ചെയ്യും? അപ്പൊ ഈ ആളുകൾ കൂടുതൽ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും. പുതിയ പുതിയ മേഖലകളിൽ കുറെ കൂടി ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ജനങ്ങൾക്ക് ഈ എംപ്ലോയ്മെന്റ് കിട്ടും, അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിൽ ബി ഫുള്ളി എംപ്ലോയിഡ്, ആൻഡ് ദെർബൈ ഇറ്റ് വിൽ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ കമോഡിറ്റീസ്. ആൻഡ് അപ്പോ കമോഡിറ്റീസിന് കൂടുതൽ ഡിമാൻഡ് വരുമ്പോൾ, വെൻ ഡിമാൻഡ് ഈസ് ഹൈ, മനസ്സിലായോ, ദ പ്രൈസ് ഓൾസോ വിൽ ബി വെരി ഹൈ. ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും, ഡിമാൻഡ് കുറയുമ്പോൾ പ്രൈസ് കുറയും. Then if output V is constant, K kept constant, and price level also doubles until the new equilibrium is attained. This is known as equilibrium. ഇനി കെയ്നീഷ്യൻ തിയറി ഓഫ് ഡിമാൻഡ് ഫോർ മണി. എന്താണ് കെയ്നീഷ്യൻ തിയറി പറയുന്നത്? ജനങ്ങള് കൈവശം കാശ് വെക്കുന്നത് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വൺ ഈസ് ഫോർ ട്രാൻസാക്ഷൻ, സെക്കൻഡ് ഈസ് ഫോർ ട്രാൻസാക്ഷൻ, second is for എന്താണ് precaution, and third one is for speculation. Keynesian theory പറയുന്നത് people demand for money, it is the preference for liquidity or the public's desire to hold cash in the form of ready money, like a non-interest earning deposits. What is non-interest earning deposits? Current deposits.
But demand for money is the preference for liquidity. Liquidity means cash. Depending upon the liquidity preference and എന്തുമാത്രം അദ്ദേഹത്തിൻ്റെ റിസോഴ്സസ് അവർക്ക് കിട്ടുന്ന വരുമാനം, അവരുടെ ആസ്തി അവർക്ക് കിട്ടുന്ന വരുമാനം എന്തെല്ലാം ലിക്വിഡ് ഫോമിൽ വെക്കണം, ആൻഡ് ഏതെല്ലാം മറ്റ് അസറ്റ് ഫോമിൽ വെക്കണം. ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ ബോണ്ടോ കടപ്പത്രം പിന്നെ ഓഹരിയോ മറ്റേതാണെന്ന് വെച്ചോ അതെല്ലാം. എന്താണ് ഈ ലിക്വിഡിറ്റി പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ? അക്കോർഡിംഗ് ടു കെയ്ൻസ് പറയുന്നതാണ്, there are 3 reasons why people demand money or prefer liquidity. ലിക്വിഡിറ്റിക്ക് വേറെ പറഞ്ഞത് എന്താണ് പിന്നെ ഡിമാൻഡ് ഫോർ മണി ഓർ പ്രിഫറൻസ് ഫോർ ലിക്വിഡിറ്റി. എന്താണ് ട്രാൻസാക്ഷൻ മോട്ടീവ്. നമുക്കറിയാം ജനങ്ങൾക്ക് വരുമാനം കിട്ടുന്നത്, മനസ്സിലായോ, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും, ചിലപ്പോൾ ഒരു ആഴ്ചയായിരിക്കും, ചിലപ്പോൾ ഒരു മാസമായിരിക്കും. പക്ഷേ വൺസ് ഓൺലി ദേ ഗെറ്റ് ഇൻകം, മനസ്സിലായോ. പക്ഷേ അവരുടെ ട്രാൻസാക്ഷൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം തന്നെ അവർക്ക് വിവിധ സാധന സേവനങ്ങൾ മേടിക്കേണ്ടി വരും. നമുക്കറിയാം, പത്രം മേടിക്കണം, പിന്നെ പാല് മേടിക്കണം, കുട്ടികൾക്ക് ബുക്സ് മേടിക്കണം, ചിലപ്പോൾ കറണ്ട് കാശ് കൊടുക്കണം, കേബിളിന് ചാർജ് കൊടുക്കണം, മൊബൈൽ ചാർജ് ചെയ്യണം. ഇതെല്ലാം ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന ഇതെല്ലാം ഫിക്സഡ് ആയിട്ടുള്ള ചാർജസ് ആണ്. വാട്ടർ ചാർജ് കൊടുക്കണം, ഗ്യാസിന്റെ പൈസ കൊടുക്കണം, ഇതെല്ലാം. പക്ഷെ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലായിരിക്കും വരുമാനം എന്നുള്ളത്. Therefore, lack of such a coordination between receipts and expenditure give rise to transaction demand for money. അപ്പോൾ കോർഡിനേഷൻ വേണം, അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ, വ്യക്തികൾ ആദ്യം തന്നെ അവർക്ക് വരുമാനം എത്ര നോക്കിയിട്ടാണ് അവരുടെ ബഡ്ജറ്റ് ഇടുന്നത്. ഗവൺമെന്റ് അങ്ങനെയല്ല. ഗവൺമെന്റ് ചെയ്യുന്നത് ആദ്യം തന്നെ എത്ര രൂപ ചെലവാകും, എത്ര രൂപ അവർക്ക് അതിന് വേണ്ടി എങ്ങനെ വേണ്ടിയിട്ട് റേസ് ചെയ്യും, ഇതാണ് ഇതിന്റെ ഇത്. അപ്പൊ ട്രാൻസാക്ഷൻ നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി റിലേറ്റഡ് വിത്ത് ഇൻകം. നമുക്കറിയാം ലോ ഇൻകം ഉള്ള ആള് അയാളുടെ എക്സ്പെൻസ്, അയാളുടെ വലിയ കൂടുതലായിട്ട് സാധനങ്ങൾ മേടിക്കും, ഒതുങ്ങി കഴിയാൻ നോക്കും. Therefore, അദ്ദേഹത്തിന്റെ ട്രാൻസാക്ഷൻ ഡിമാൻഡ് വളരെ കുറവായിരിക്കും. നേരെ മറിച്ച് പീപ്പിൾ വിത്ത് ഹൈ ഇൻകം അവർക്ക് കൂടുതലായിട്ട് അവരുടെ ഡിമാൻഡും അവർ മേടിക്കുന്ന സാധനങ്ങളൊക്കെ വളരെ വളരെ വ്യത്യാസമായിരിക്കും, പല വില കൂടിയ സാധനങ്ങളായിരിക്കും. ആൻഡ് therefore they will spend more on transactions. അപ്പോൾ ക്യാഷ് ബാലൻസ്, ഹോൾഡിംഗ് ഓഫ് ക്യാഷ് ബാലൻസ് ആൻഡ് ഹോൾഡിംഗ് ഓഫ് അസറ്റ്സ് സച്ച് ആസ് ബോണ്ട് വിച്ച് ആർ ഇൻട്രസ്റ്റ് ഇയറിംഗ്. അപ്പോൾ കുറച്ച് അവർ കാശ് ഇരിക്കുകയും പിന്നെ മറ്റ് ചിലപ്പോൾ ബാക്കി എമൗണ്ട് ചിലപ്പോൾ അവർ മറ്റ് മേഖലയിൽ അസറ്റുകൾ കൊണ്ട് പിന്നെ നിക്ഷേപിക്കും. ഓൺ സച്ച് ലെറ്റ് us say on bonds which are interest earning ആണ്. ബോണ്ടുകളോ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഇതെല്ലാം ഇടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും, മനസ്സിലായോ. അപ്പൊ മൊത്തം കിട്ടുന്ന പണം അവർക്ക് പ്രത്യേകിച്ച് ഹയർ റെപ്സിന് നിന്ന് കിട്ടുന്ന പൈസ കംപ്ലീറ്റ് ചെലവാക്കണമെങ്കിൽ നാളെ അവർക്ക് മറ്റൊരിടത്തും പോയി കൈനീട്ടാൻ പറ്റൂല. അപ്പൊ അവര് വരുമാനം വർദ്ധിക്കുമ്പോൾ അതനുസരിച്ച് ചെലവാക്കുകയും ചെയ്യും. പക്ഷെ അതനുസരിച്ച് അവരുടെ ലിക്വിഡിറ്റി പ്രിഫറൻസും അതനുസരിച്ച് ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുന്ന പൈസയും അതനുസരിച്ച് കൂടുതലായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഹോൾഡിംഗ് റിയൽ മണി ബാലൻസ് നമുക്കറിയാം, അതിനൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. കാരണം ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നില്ല. കൂടുതൽ പണം നമ്മൾ വെക്കുന്നതോറും നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മൾ കിട്ടേണ്ട ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയും ചെയ്യും. Therefore, transaction demand for money is very, very low. Then, transaction demand for money falls with the rise in the interest rate. മനസ്സിലായോ? കൂടുതൽ രാജ്യത്തിലെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ അവർ യാതൊരു കാരണവശാലും കൂടുതൽ പൈസ അവർ കൈവശം മാറ്റിവെക്കില്ല. അവർ നെക്സ്റ്റ് ടു ക്യാഷ്, കറണ്ട് അക്കൗണ്ട് പിന്നെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്, 45 ദിവസം മെച്യൂർ ചെയ്യുന്ന ഡെപ്പോസിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ സേവിങ് ഡെപ്പോസിറ്റ് ഉണ്ട്. റെസ്ട്രിക്ഷൻസ് മാത്രമേ ഉള്ളൂ. സോ നെക്സ്റ്റ് ടു ക്യാഷ്, എളുപ്പത്തിൽ കാശാക്കാൻ പറ്റുന്നതാണ് കറണ്ട് ഡെപ്പോസിറ്റ്. കൈവശം വെക്കൂല. 45 ദിവസത്തേക്കോ 6 മാസത്തേക്കോ 1 മാസത്തേക്കോ 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ കൊണ്ട് ടേം ഡെപ്പോസിറ്റ് ഇടും. അപ്പൊ അവർക്ക് അതനുസരിച്ച് ഇൻട്രസ്റ്റ്. അപ്പൊ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണെങ്കിൽ പലവരും വിചാരിക്കും എന്തിനാണ് നമ്മൾ ഈ ഐഡിയലായിട്ട് കാശ് വെക്കുന്നത്, വൈ ഡോണ്ട് വി ഗോ ആൻഡ് ഇൻവെസ്റ്റ് സംവെയർ, കടപ്പത്രത്തിലോ മറ്റേതെങ്കിലും കാര്യം ഡെപ്പോസിറ്റിലോ എന്താണെങ്കിലും. സോ മണി held in the form of currency അല്ലെങ്കിൽ checkable deposits for transaction purposes, the transaction demand
corresponds with the M1 measure of money supply. That is, it also corresponds with the medium of exchange for money. The transaction demand for money falls with the rise in the interest rate. Interest rate കൂടുതലാണെങ്കിൽ ജനങ്ങൾ കുറച്ച് മാത്രമേ കൈവശം വെക്കുകയുള്ളൂ. അതുപോലെ തന്നെ precautioning. What is it? Future is uncertain. Anything can happen. അപ്പോൾ എന്ത് ചെയ്യും? The future receipts and payments are uncertain. Hence, money is held to act as a buffer stock to meet unforeseen. What is buffer stock? അതായത് എക്സസ് ഉണ്ടാകുന്ന കൃഷിയിലാണ് സാധാരണ പറയുന്നത് ബഫർ സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഒരു വർഷം ബമ്പർ ഹാർവസ്റ്റ് ഉണ്ടെങ്കിൽ അതിനെ പറഞ്ഞത് ബഫർ സ്റ്റോക്ക് എന്നാണ്. ഈ ബഫർ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോക്ക് ദാറ്റ് ഈസ് കെപ്റ്റ് ഫോർ ദ ലീൻ സീസൺ. ഇന്ത്യയുടെ ചരിത്രങ്ങളുണ്ട്, 3 വർഷം തുടർച്ചയായിട്ട് വരൾച്ച ഉണ്ടായിട്ടുണ്ട്. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ആ വർഷം പ്രത്യേകിച്ച് പോവർട്ടി കൂടുതലായിരുന്നു. കാശുണ്ടെങ്കിലും സാധനമില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നല്ല ഹാർവസ്റ്റ് ഉള്ളപ്പോൾ, ഇപ്പൊ ഗോതമ്പ്, നെല്ല്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല ഹാർവസ്റ്റ് ഉള്ളപ്പോൾ ദ ഗവൺമെന്റ് വിൽ സ്റ്റെപ്പ് ഇൻ ടു ദ മാർക്കറ്റ് ആൻഡ് ദേ വിൽ സ്റ്റോർ ഫോർ ദ ഫ്യൂച്ചർ. ഇതിനു വേണ്ടിയിട്ടാണ് if it happens, then they will give it during the lean season, ക്ഷാമമുള്ള സമയത്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. So families may hold cash to meet medical emergency. നമുക്കറിയാം, ഒരു പനി വന്നിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു 2000 അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പറയും. ഇച്ചിരി ചെസ്റ്റ് കൺജഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ എക്സ്റേ എടുക്കാൻ പറയും. മനസ്സിലായോ? ഇതെല്ലാം കൂടി ചേർന്ന് അവർ ഒരു പിന്നെ ടാബ്ലറ്റ്സിനൊക്കെ ഇപ്പോഴത്തെ ഇറ്റ് ഈസ് ഹൈലി എക്സ്പെൻസീവ്. ഡോക്ടറിന്റെ ഫീസ് 500-600 രൂപയ്ക്കാണ് ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ. നേരത്തെ ഒരു നിസ്സാരമായിട്ട് കാൽപോളിൽ നിൽക്കുന്ന പനികളൊക്കെ ചെന്ന് അപ്പം തന്നെ വരും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ അവരുടെ സെറ്റൊന്നും വെച്ച് ആൾ നോക്കുന്നില്ല. ആദ്യം ചെല്ലുമ്പോൾ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമുക്ക് കാണാം. And they will analyze the blood results and they will prescribe accordingly. അതനുസരിച്ചുള്ള മരുന്നുകൾ എഴുതണം. അപ്പൊ മെഡിക്കൽ എമർജൻസിക്ക് വേണ്ടിയിട്ട് പൈസ മാറ്റി വെക്കുകയും ചെയ്യണം. Though the precautionary demand for money is relevant to M1, although it can explain savings accounts with the part MT also. ഇനി അതാണ് speculative demand. What is money is a store of value. Future പേയ്മെന്റിന് വേണ്ടി സ്പെക്കുലേഷൻ എടുക്കും. Higher the risk, higher will be the profitability. Lower the risk, lower will be the profitability. റിസ്ക് എടുക്കാൻ പറ്റാവുന്ന കാശ്, മലയാളത്തിൽ പറയും കാശ് എറിഞ്ഞാലേ കാശ് വരുള്ളൂ. മീഡിയമായിട്ട് ആളിൽ പോയിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ്. ഇപ്പൊ ഏറ്റവും സേഫ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ യു ഗോ ടു എനി സം ബാങ്ക് ആൻഡ് ഡെപ്പോസിറ്റ് വാട്ട് എവർ യുവർ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്തെങ്കിലുമൊക്കെ അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. മാസം കിട്ടുന്ന ഇൻട്രസ്റ്റ് കൊണ്ടുപോയി സുഖമായിട്ട് ജീവിക്കുക. നേരെ മറിച്ച് അദ്ദേഹത്തിനെ കൊണ്ട് റിട്ടയർ ചെയ്ത ആൾ ചിലപ്പോൾ കിട്ടിയ പൈസ കൊണ്ട് ചിലപ്പോൾ ബിസിനസ്സിലോട്ട് ഇറങ്ങും. അത് നല്ലോണം ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഈ മേ ബി മിൻറ്റിങ് മണി. നേരെ മറിച്ച് അതിനകത്ത് റിസ്ക് ഉണ്ട്. എപ്പോൾ വേണമെങ്കിൽ ബിസിനസ് ഫോളോ ചെയ്യാം, ഫെയിൽ ആകാം. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് വേണ്ടിയിട്ട് ആൾക്ക് ഒരു റിസ്ക്കും ഇല്ല. യു വിൽ ഗോ ടു ദ ബാങ്ക് എവറി മന്ത് ആൻഡ് യു വിൽ ഗെറ്റ് ഹിസ് റെഗുലർ ഇൻട്രസ്റ്റ്. സുന്ദരമായിട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു പീസ്ഫുൾ റിട്ടയർഡ് ലൈഫ് അദ്ദേഹം പിന്നെ സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പം സ്പെക്കുലേഷന് വേണ്ടിയിട്ടും ആളുകൾ പൈസ ഇത് ചെയ്യാറുണ്ട്. കുറച്ച് പണം സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ താഴെ വീട് 5-6 ദിവസമായിട്ട് താഴെ വീഴുകയാണ്. ഇമ്മീഡിയറ്റ് അവരെന്ത് ചെയ്യും? ദേ വിൽ ബൈ ദ സം ഷെയർസ്. അപ്പോൾ അവർക്ക് പൈസ കൊടുക്കണം. ടേം ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പൈസ കൊടുക്കാൻ പറ്റില്ല. ബോണ്ടുകളൊക്കെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാലാവധി ഉണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ദേ വിൽ കീപ് സം ഇൻ ദ ഫോം ഓഫ് കറണ്ട് അക്കൗണ്ട് ആൻഡ് സേവിങ് അക്കൗണ്ട്. ഇപ്പോൾ ഹ്യൂജായിട്ട് ഷെയർ പ്രൈസസ് താഴത്തോട്ട് വരികയാണെങ്കിൽ those who are playing in the stock market, they will buy. It is the analyst പറയും, stock analyst പറയും, it is the best time to buy. Okay. അപ്പം മൂന്നാമത്തതാണ് സ്പെക്കുലേറ്റീവ് പർപ്പസസ്. അപ്പൊ ഇവിടെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായോ? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇറ്റ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ വെൻ സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് മോർ മണി. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലുള്ളപ്പോൾ ഡിമാൻഡ് കൂടുതലായിരിക്കും, സ്പെക്കുലേറ്റീവ് ഡിമാൻഡ് കൂടുതലായിരിക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് R2 ആവുമ്പോൾ ഇത്രേ ഉണ്ടാവുള്ളൂ. When rate of interest is very high, the speculative demand for money is only M. This is the liquidity preference theory. It will depend upon the rate of interest. If the rate of interest is high, liquidity preference will be low. കാരണം കൈവശം വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ബാങ്കിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും. ഇപ്പൊ കടപ്പത്രങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും. ഇപ്പൊ സ്റ്റോക്കിനെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല വരുമാനം കിട്ടും.
liquidity preference, rate of interest to R, the liquidity preference is only OM. When rate of interest comes down to R2, R1, then the liquidity preference is OM1. When the rate of interest is R2, then the liquidity preference will be M2, vice versa. Okay, that's all. Determination of equilibrium interest rate. This is section. Interest rate, Keynesian theory in that equilibrium rate of interest. So total demand for money is the sum of the money demand arising out of three motives: transaction, precaution, and speculation. And demand for money depends upon the transaction and precaution. Demand for money depends upon income level and not on the interest rate. About transaction paisa keep cheyanam, adona precaution keep cheyanam, that will depend upon the income level. The interest rate, it also plays an important role, but interest rate they will keep more in the form of cash. Whereas speculative demand for money depends upon the interest rate. Speculative demand means interest rate. So the money demand is an increasing function of income. Money, the demand, people demand in the money, it is an income. But decreasing function of interest rate due to speculative, but decreasing function of interest rate due to the speculative nature of demand. Demand for money be noted by MD and income by Y and the rate of interest by R. MD, the demand for money, is equal to L bracket Y into R. Then MD is the curve. Explain MD is the curve. Money demand for money is the curve. Explain the given at the nominal income, that is between demand for money and the rate of interest. When the rate of interest is very high, at the point R star, demand for money and supply of money is equal. But when the rate of interest increases from R, then the demand for money will be, this is demand curve and this is supply curve. The supply of money at a particular point of time, it is fixed, and therefore here demand for money and supply money, and the equilibrium point is at R. Therefore, when the rate, the equilibrium rate of interest, when there is an increase in the rate of interest, the demand for money will be less. When there is a fall in the rate of interest, that is, if R star falls downwards, then the demand for money will be more. This is how it is actually being worked out. Then, money market equilibrium. Effect of increase in nominal income. When there is an increase in, now the changes in nominal income or money supply affect the money market equilibrium. For a given rate of interest R1, the increase in nominal income shifts from the money demand curve to the right. So money demand, R2, R1 il ninnu R2 ആയിട്ട് interest rate വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, then the demand for money, the curve will shift to the right. What does it signify, which is shown? That is means M1 shifts, the money supply shifts to MD curve. The money supply will shift from MD1 to MD curve, and at R1 rate of interest with the new demand curve MD2, what will happen? MD2, there is an excess demand for money. The demand for money has increased. The supply of money remains the same. The demand for R1 il ninnu R2 ആയിട്ട് ഇത് വരുമ്പോൾ when M1 shifts to M2, then at R1, the rate of interest with the new demand curve, MD2, and there is an excess demand. So from R1 il ninnu R2 ആയിട്ട് നമ്മൾക്ക് demand വർദ്ധിക്കുമ്പോൾ, interest rate വർദ്ധിക്കുമ്പോൾ, there is excess demand for money, and this leads to the increase in the interest rate, that is from R2, establishing a new equilibrium. And now original equilibrium was at the point R, but when there was an increase in money supply, in the demand ഉണ്ടാവണം,
സപ്ലൈ ഓഫ് മണി ഉണ്ടാകണം. ഇതെല്ലാം പിന്നെ മോണിറ്റർ ചെയ്യുന്നത് RBI ആണ്. സെൻട്രൽ ബാങ്ക്, നമ്മുടെ RBI, സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ട്. അതല്ല RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ RBI, വിച്ച് ഈസ് അവർ സെൻട്രൽ ബാങ്ക്. ട്രഡീഷണലായിട്ട് 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ആണ് അവർ ചെയ്യുന്നത്. ഒന്ന് ഏതാണ്? ബാങ്കേഴ്സ് ബാങ്ക്. എല്ലാ ബാങ്കുകളുടെയും അപ്പെക്സിൽ, ടോപ്പിൽ നിൽക്കുന്ന അപ്പെക്സ് ഓഫ് ദ ബാങ്ക് ഓഫ് ദ കൺട്രി, അതായത് എല്ലാ കമേഴ്ഷ്യൽ ബാങ്കുകളുടെയും ടോപ്പിലേക്ക്, സുപ്രീം കോടതിനെ പോലെ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ബാങ്കാണ് നമ്മൾ പറയുന്നത് RBI. ആൻഡ് ദ ലെൻഡർ ഓഫ് ദ ലാസ്റ്റ്, അവസാന രക്ഷകൻ, ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്. ഇതാണ്. കാരണം ഏതെങ്കിലും ബാങ്കുകൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റെല്ലാ ബാങ്കുകളും അപ്രോച്ച് ചെയ്തിട്ട് ഒരു രക്ഷയും കിട്ടില്ലെങ്കിൽ then they can approach the central bank, and the central bank നെ പറഞ്ഞത് it is the lender of the അവസാന രക്ഷകനായിട്ട് നമ്മൾക്ക് മാറുകയും ചെയ്യും. പക്ഷേ ഇന്നിപ്പോൾ RBI ധാരാളം പുതിയ ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടാണ് ടു റെഗുലേറ്റ് സപ്ലൈ ഓഫ് മണി ആൻഡ് ദ ഡിമാൻഡ് ഫോർ മണി, അല്ലെങ്കിൽ ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ്. നമുക്കറിയാം മണി ക്രിയേഷൻ നടത്തുന്ന മണി വായ്പ സൃഷ്ടിക്കുന്ന, ബാങ്കുകൾ സൃഷ്ടിക്കുന്ന വായ്പ എന്ന് പറയുന്നത് ക്രെഡിറ്റ് മണി എന്നാണ് പറയുന്നത്. സോ RBI, other central banks, okay, they take into account economic factors. അവർ പ്രധാനമായിട്ട് മോണിറ്റർ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ്? ഇക്കണോമിക് ഗ്രോത്ത്, പ്രൈസ് സ്റ്റെബിലിറ്റി, ആക്സസ് ടു ഈസി ക്രെഡിറ്റ്, സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ആൻ എക്കോണമി. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് എന്തെല്ലാമാണ് RBIയുടെ ഫങ്ഷൻസ്. ഓക്കെ, ഇതെല്ലാം ചോദ്യങ്ങൾ വരുന്നതാണ്. RBI ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ദ റെഗുലേഷൻ ആൻഡ് സൂപ്പർവിഷൻ ഓഫ് ബാങ്കിങ് ആൻഡ് രാജ്യത്തിൽ നിലവിലുള്ള എല്ലാ ബാങ്കുകളെയും ബാങ്കിങ് ഇതര സ്ഥാപനങ്ങളുടെയും സൂപ്പർവിഷൻ നടത്തുന്നത്. പിന്നെ മൂന്നാമത്തേത് മണി സപ്ലൈ, ഫോറിൻ എക്സ്ചേഞ്ച്, ഗവൺമെന്റ് സെക്യൂരിറ്റീസ് മാർക്കറ്റ്സ്, ഇതെല്ലാം ആൻഡ് ഫൈനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇതെല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ഡെറ്റും അതേപോലെ തന്നെ ക്യാഷ് മാനേജ്മെന്റും സെൻട്രൽ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റുകളുടെയും കടങ്ങളും മറ്റ് പണം മാനേജ് ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. ദെൻ നമ്മുടെ രാജ്യത്തിൽ വരുന്ന ഫോറിൻ എക്സ്ചേഞ്ച് എല്ലാം RBIയുടെ ഗവർണറുടെ വീട്ടിലല്ല കൊണ്ടുവച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ വീട്ടിലല്ല കൊണ്ടുവച്ചിരിക്കുന്നത്, പ്രസിഡന്റിന്റെ വീട്ടിലേക്ക്. ഓൾ ദീസ് ആർ ആക്ച്വലി ബീങ് മാനേജ്ഡ് ബൈ ദി RBI. ദെൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ്, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട് മാനേജ്മെന്റ്, ഇതെല്ലാമാണ് ബാങ്കേഴ്സ് ബാങ്ക്, ബാങ്കുകളുടെ ബാങ്കാണ്. അതുകൊണ്ടാണ് ലെൻഡർ ഓഫ് ദ ലാസ്റ്റ് റിസോർട്ട്, അവസാന രക്ഷകൻ എന്ന് പറയുന്നത്. ഇനി ബാങ്കർ ടു ദ സെൻട്രൽ ബാങ്ക്, സെൻട്രൽ ബാങ്കിന്റെ എല്ലാ അക്കൗണ്ടുകളും, സംസ്ഥാന ഗവൺമെന്റ് എല്ലാ അക്കൗണ്ടുകളും കീപ്പ് ചെയ്യുന്നത് RBIയിലാണ്. ദെൻ മോണിറ്ററിങ് പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ്, രാജ്യത്തിന്റെ ഇന്റർ ബാങ്ക് ഇൻഡറ്റഡ്നെസ്, ബാങ്കുകൾ തമ്മിലുള്ള കടബാധ്യതകൾ തീർക്കുന്നത്, അത് സെറ്റിൽ ചെയ്യുന്നത്, അതേപോലെ തന്നെ രാജ്യത്തിന്റെ കടബാധ്യതകൾ ഇതെല്ലാം നോക്കുന്നത്, അതിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്, അതിന്റെ ഇൻട്രസ്റ്റ് മേടിക്കുന്നത്. ദെൻ കറൻസി മാനേജ്മെന്റ്, പിന്നെ ഇത് കൂടാതെ ഡെവലപ്മെന്റ് റോൾ ഉണ്ട്. ദെൻ ഇറ്റ് ഓൾസോ അണ്ടർടേക്സ് റിസർച്ച് ആൻഡ് കളക്ഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഒരു സാധാരണ ഒരു ബാങ്കിന് ഒരു റൂറൽ സർവേ നടത്താനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ സർവേ നടത്താനോ അവർക്ക് തന്നെയുള്ള ഫണ്ട് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യും? ഈ RBI ഇതെല്ലാം അവർക്ക് ഹ്യൂജ് ഫണ്ടുള്ള കാരണം ദേ വിൽ കണ്ടക്ട് റിസർച്ച് ആൻഡ് അതേപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ആ ഡേറ്റ ആവശ്യമുള്ളപ്പോൾ അതിന്റെ കീഴിലുള്ള എല്ലാ ബാങ്കുകൾക്കും അത് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അത് കൊടുക്കുകയും ചെയ്യും. സോ ഇനി അടുത്തത്, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി? നമുക്ക് മോണിറ്ററി പോളിസിക്ക് പ്രധാനമായിട്ട് there is a difference between objective and targets of monetary policy. മോണിറ്ററി പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്താണ്? ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, അതേപോലെ തന്നെ ടാർഗറ്റ്സും ഉണ്ട്. അതിൻ്റെ എന്താണ്? ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ഇൻ വിച്ച് ദ പോളിസി വേരിയബിൾസ് ഷുഡ് ബി. ദാറ്റ് ഈസ് എന്താണ് ഒബ്ജക്റ്റീവ്സ്? എന്താണ്? ഇൻഫ്ലേഷൻ കുറയ്ക്കുക, അച്ചീവിങ് ഫുൾ എംപ്ലോയ്മെന്റ്, ദ റിയലൈസിങ് ഹയർ എക്കണോമിക് ഗ്രോത്ത്, ഇതെല്ലാമാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മോണിറ്ററി പോളിസിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങൾ എന്താണ്? targeted, that is a monetary policy. The targets of monetary policy are actually are the variables targeted, such as money supply in the economy, bank credit, short-term interest rates through the instruments of monetary policy. Then central bank in a lot of objectives to follow. എന്തെല്ലാമാണ് പ്രധാനമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ്? വാട്ട് യു മൈൻ ദ മേജർ ഗോൾസ് അല്ലെങ്കിൽ ഓഫ് ദ മോണിറ്ററി പോളിസി? ഇതെല്ലാം ചരിത്രങ്ങളാണ് പറയുന്നത്. ഓക്കെ, ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മോണിറ്ററി പോളിസി എന്താണ്? ഹയർ ഇക്കണോമിക് ഗ്രോത്ത്.
ഒരു രാജ്യത്തിൻ്റെ വളർച്ച തോത് ഇക്കണോമിക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യത്തിൽ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പെർ ക്യാപിറ്റ ഇൻകം വർദ്ധിച്ചാൽ മാത്രമേ ജീവിത നിലവാരം വർദ്ധിക്കുകയുള്ളൂ. ദർഫോർ കൂടുതൽ നിക്ഷേപം നടത്തുക, അത് രാജ്യത്തിൻ്റെ വളർച്ചയുടെ തോത് ഗണ്യമായിട്ട് വർദ്ധിക്കും. അപ്പോൾ ഒരു എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഡിക്രീസസ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എക്സ്പാൻഷനറി മോണിറ്ററി പോളിസി ഉണ്ടെങ്കിൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് താഴേക്ക് വരും. ആൻഡ് അങ്ങനെ വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ സമയത്ത് എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത്? കാരണം നാണയപ്പെരുപ്പം, സാധനങ്ങളുടെ വില കൂടുതൽ സമയത്ത്, ലോണിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ സമയത്ത് ഒരു ബിസിനസ്സുകാരനും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്യില്ല, അവർക്ക് മുതലാവില്ല. മനസ്സിലായോ? അപ്പൊ അത് രണ്ടാമത്തത് ഫുൾ എംപ്ലോയ്മെന്റ്. എന്താണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ എംപ്ലോയ്മെന്റ് മീൻസ് the full employment, all the resources including the human resources are employed. And during the recessionary period, the level of നമുക്കറിയാലോ recession means നാണയ ചുരുക്കം. there is an overall gloom in an economy. പല ആളുകൾക്കും തൊഴിലില്ല, പല വിഭവങ്ങളും തൊഴിൽ കിട്ടുന്നില്ല. this leads to formulate ആ സമയത്ത് എന്താണ് they will formulate policies such a way as to generate employment and takes the country forward for full employment. അപ്പോൾ ഇൻഫ്ലേഷൻ സമയത്ത് ഗവൺമെന്റ് വിൽ സ്റ്റെപ്പ് ഇൻ. എന്നിട്ട് എന്ത് ചെയ്യും? രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറെ നിക്ഷേപങ്ങൾ നടത്തും. ദേ വിൽ പമ്പ് ഇൻ മോർ മണി ഇൻ ടു സർക്കുലേഷൻ. പാലം പണിയും, റോഡുകൾ പണിയും, ഡാം പണിയും, ഡെവലപ്മെന്റ് പ്രൊജക്ട്സുകൾ, എയറോഡ്രോം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണിയും. ആവശ്യം ഉണ്ടായിട്ടില്ല, ആവശ്യമുണ്ട്. കാരണം എന്തിനാണ്? ഇത് അത്രയും പണം ഈ വിപണിയിൽ ഇറങ്ങുമ്പോൾ കുറെ ആളുകൾക്ക് അതിന് പണം അവരുടെ കൈവശം ഇത് റവന്യൂ, they will get revenue by way of selling their factors of production. So full employment is associated with the positive rate of unemployment due to people switching jobs. ഇനി അഥവാ അപ്പൊ ഈ സമയത്ത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ട്രാൻസിറ്ററി അൺഎംപ്ലോയ്മെന്റ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ചിലപ്പോൾ ടൈം ലാഗ് ഉണ്ടാവും, പെട്ടെന്ന് കിട്ടൂല, അപ്പൊ കുറച്ച് നാൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്തുള്ള ഈ റിസഷൻ സമയത്തുള്ള കൂടുതൽ പണം നിക്ഷേപിക്കുമ്പോൾ കൂടുതൽ പരമാവധിയുള്ള അവർക്ക് കിട്ടുന്ന അൺഎംപ്ലോയ്മെന്റ് മീൻസ് ട്രാൻസിറ്ററി അൺഎംപ്ലോയ്മെന്റ്. ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസം. ഇനി പ്രൈസ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം വില കൂടുതലാണെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാവും, വില കുറവാണെങ്കിൽ ഡിഫ്ലേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായോ, അവർ പറഞ്ഞത് 4% ഒരു രാജ്യത്തിന്റെ ഇൻഫ്ലേഷൻ റേറ്റ് ആണെങ്കിൽ ദാറ്റ് ഈസ് ബെയറബിൾ, പരമാവധി നല്ലതാണ്. എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഈസ് ഗുഡ് ഫോർ ദി ഇക്കോണമി. നേരെ മറിച്ച് ഇപ്പോഴത്തെ എന്താണ് നമ്മളുടെ ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ടുള്ള അമേരിക്ക, ഇവിടെ എല്ലാം ദേ ആർ ഫൈറ്റിംഗ് ഇൻഫ്ലേഷൻ. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ബാങ്ക് റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ട് വരികയാണ്. കാരണം എന്താണ്? അനാവശ്യമായിട്ടുള്ള നിക്ഷേപങ്ങൾ കുറക്കുക, ബാങ്കിൽ നിന്ന് പരമാവധി ലോൺ എടുക്കുന്നത് കുറക്കുക. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 4% ഇറ്റ് ഈസ് വെരി ഗുഡ്. ഓക്കെ, പക്ഷേ നൗ ഇന്ത്യ ഈസ് നൗ ഫേസിങ് മോർ ദാൻ 5% ഇൻഫ്ലേഷൻ. അത് കുറച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യത്തെ ഫെബ്രുവരിയിലെ മോണിറ്ററി പോളിസിയിൽ ഗവർണർ ശക്തികാന്ത ദാസ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഈ പ്രാവശ്യം നമുക്ക് റേറ്റ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതെല്ലാം അറിയണമെങ്കിൽ പേപ്പറും കൂടി വായിക്കണം. ദെൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. നമുക്കറിയാം അപ്രീസിയേഷൻ വരുന്നതും ഡെപ്രീസിയേഷൻ വരുന്നതും ഒരു രാജ്യത്തിന് മോശമാണ്. ഡെപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ പണത്തിന്റെ മൂല്യം കുറയും, അപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ മൂല്യം കൂടും. പക്ഷെ പല ആളുകളും ഇന്ത്യയിൽ നിന്ന് മേടിക്കാനായിട്ട് വരില്ല, കാരണം ഇൻഫ്ലേഷൻ റേറ്റ് ആണ് ആ സമയത്ത് നിൽക്കുന്നത്. ഇതിനെക്കാട്ടും വില കുറച്ച് അവർക്ക് മറ്റു രാജ്യത്ത് നിന്ന് കിട്ടാൻ പറ്റുമെങ്കിൽ അവിടെ പോകും. അപ്പോൾ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രൈസ് സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി, ഫുൾ എംപ്ലോയ്മെന്റ് ആൻഡ് ഹയർ ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇനി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി. 2 ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. 2 ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്, രണ്ടാമത് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ്. എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറയുന്നത്? റിപ്പോ റേറ്റ്, ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ചേഞ്ച് ഇൻ ദ മിനിമം റിസർവ് ആൻഡ് ചേഞ്ച് ഇൻ ലിക്വിഡിറ്റി. ഈ ചേഞ്ച് ഇൻ മിനിമം റിസർവ് ആൻഡ് ചേഞ്ച് ഇൻ ലിക്വിഡിറ്റി റേഷ്യോ, ഇതെല്ലാം ഈ 5 ഓപ്പൺ മാർക്കറ്റ്. റിപ്പോ റേറ്റ് എന്താണ്? റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇതിനെ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തഡ്സ് ആണ്. എന്താണ്? ദ മോസ്റ്റ് നോട്ടീസ്ഡ് റിപ്പോ റേറ്റ് ആണ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് borrow money from the RBI on the submission of collateral securities.
വ്യക്തികൾക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ബാങ്കിൽ ചെല്ലുമ്പോൾ അവർ പറയും ഈട് എന്തെങ്കിലും ഉണ്ട്, ആളുകൾ അപ്പം തന്നെ മാല കൊണ്ടേ കൊടുക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ വീടിൻ്റെ ആധാരം കൊണ്ടേ കൊടുക്കും. അതുപോലെ തന്നെ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത് RBI ആണ്. അപ്പോൾ RBIക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അവർക്ക് സെക്യൂരിറ്റിയുടെ മേലിൽ അവർക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ അവർ ലോൺ കൊടുക്കുന്ന തോതിനാണ് നമ്മൾ പറയുന്നത് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി റിവേഴ്സ് റിപ്പോ റേറ്റ് ഉണ്ട്, ഇതിൻ്റെ റിവേഴ്സ് റിപ്പോ റേറ്റ് അതെല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞെന്നാ. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്താണ്? ഏതെങ്കിലും ബാങ്കിന് പണം എക്സസ് ആയിട്ട് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ഈ പണം കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല, ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നമുക്ക് നഷ്ടമാവും. ഇത് ഐഡിയലാണ്, ഒരു ഇൻട്രസ്റ്റ് കിട്ടില്ല. അപ്പോൾ എക്സസ് പണം ബാങ്കിന്റെ കൈവശം ഉണ്ടെങ്കിൽ ബാങ്ക് കൊണ്ട് RBI കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഡെപ്പോസിറ്റ് റേറ്റിനെ പറഞ്ഞത് റിവേഴ്സ്. ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് റിപ്പോ റേറ്റ് കൂട്ടും, ഇൻഫ്ലേഷൻ ഉള്ള സമയത്ത് റിപ്പോ റേറ്റ് കുറക്കും. ഇങ്ങനെയാണ് അവർ RBI അത് പിന്നെ ഇത് ചെയ്യുന്നത്. Then comes bank rate. What is bank rate? It is the rate at which central bank provides loans to commercial banks and other financial institutions. ബാങ്ക് റേറ്റ് റിപ്പോ റേറ്റിനെ പോലെ തന്നെയാണ് ബാങ്ക് റേറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്കുകൾ സെൻട്രൽ ബാങ്കുകൾ മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിനെ നമ്മൾ ലോണിന്റെ റേറ്റിനെ നമ്മൾ പറയുന്നത് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദ ബാങ്ക് റേറ്റ് ഇൻക്രീസ് ഇൻ ദ ബാങ്ക് റേറ്റ് ഹാസ് ദ ഇഫക്റ്റ് ഓഫ് ഇൻക്രീസിങ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ബാങ്ക് റേറ്റ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള രാജ്യത്തിലുള്ള മറ്റ് ഏതെല്ലാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടോ അതെല്ലാം കൂടുകയും ചെയ്യും. അപ്പൊ ലോണിന്റെ റേറ്റ് കൂടും, ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ ലോണിന്റെ റേറ്റ് കൂടും. അപ്പൊ ബിസിനസ്സുകാർ വലിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ എടുത്തുകൊണ്ട് ബിസിനസ് ചെയ്തിട്ട് അവർക്ക് ഉദ്ദേശിച്ചിട്ട് ലാഭം കിട്ടൂല. അപ്പൊ ഇപ്പൊ എക്സസ് മണി സപ്ലൈ സാവധാനം കുറഞ്ഞു വരും. മനസ്സിലായോ? നേരെ മറിച്ച് ഡിഫ്ലേഷൻ ഉള്ള സമയത്ത് ബാങ്കുകൾ എന്ത് ചെയ്യും? ഈ റിപ്പോ റേറ്റ് അല്ലെങ്കിൽ ബാങ്ക് റേറ്റ് കുറക്കും. അപ്പോൾ കൂടുതൽ ബിസിനസ്സുകാർ ഇതിനകത്ത് ഇൻസെൻറ്റീവൈസ് ചെയ്യും, അവർക്ക് കൂടുതൽ ലോൺ എടുക്കാനായിട്ട് അവർ താല്പര്യപ്പെടും. അങ്ങനെ അവർ കൂടുതലായിട്ട് ബിസിനസ് ചെയ്ത് രാജ്യത്തിനെ യഥാർത്ഥത്തിൽ കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, ദെൻ കംസ്, ഇതെല്ലാം നിങ്ങൾ വായിച്ചാൽ മതി. ദെൻ ഓപ്പൺ മാർക്കറ്റ്, അതായത് ഓപ്പൺ മാർക്കറ്റ് പൊതുവിപണിയിൽ ജസ്റ്റ് ലൈക്ക് ഒരു ബിസിനസ് മാൻ, the RBI enters into the open market and purchase different bills of exchange, different securities. RBI തന്നെ വിപണിയിൽ ഇറക്കിയിട്ടുള്ള പിന്നെ സെക്യൂരിറ്റി സാധനങ്ങളുണ്ട്. അപ്പൊ ഇത് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുക എളുപ്പമാണ്. എപ്പോഴാണ് മേടിക്കുന്നത്? എപ്പോഴാണ്? നാണയപ്പെരുപ്പം ഉള്ളപ്പോൾ സെൻട്രൽ ബാങ്കിന്റെ കൈവശം കുറെ പണമുണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും? ഈ പഴയ ഈ ബോണ്ടുകളൊക്കെ അവർ തിരിച്ചു മേടിക്കും. കടപ്പത്രങ്ങളൊക്കെ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന കടപ്പത്രങ്ങളൊക്കെ അവർ തിരിച്ചു മേടിക്കും. അപ്പൊ അത്രയും പണം പിന്നെ RBIക്ക് കിട്ടുന്നത് ഈ ഇൻഫ്ലേഷൻ സമയത്ത് അവർ എന്ത് ചെയ്യും? കടപ്പത്രങ്ങളും അതുപോലെ തന്നെ മറ്റ് ബോണ്ട് ആൻഡ് RBIയുടെ ബില്ലുകളൊക്കെ അവർ വിൽക്കും. വിൽക്കുമ്പോൾ പൊതുജനങ്ങളുടെ കൈവശം വരുന്നത് വെറും കടലാസാണ്. ഗിൽറ്റ് എഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, ഗവൺമെന്റ് സെക്യൂരിറ്റിയാണ്. ഞാനൊരു 10 ലക്ഷം രൂപയുടെ ബോണ്ട് മേടിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചു കിട്ടുന്നത് വെറും കടലാസാണ്. 10 ലക്ഷം രൂപയുടെ ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം 10 ലക്ഷം രൂപ സർക്കുലേഷനിൽ നിന്ന് RBIക്ക് പിൻവലിക്കാൻ സാധിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നാണയ ചുരുക്കമുള്ള സമയത്ത് എന്ത് ചെയ്യും? ഇതെല്ലാം അവര് RBI എല്ലാം എന്ത് ചെയ്യും? അത് വിൽക്കും. വിൽക്കുമ്പോൾ എന്ത് ചെയ്യും? ഈ പണം കംപ്ലീറ്റ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കൈവശം ചെല്ലും. മണി സപ്ലൈ ഉള്ളപ്പോൾ ഈ സെക്യൂരിറ്റീസ് മേടിക്കും. മണി സപ്ലൈ ഉള്ളപ്പോൾ ഈ സെക്യൂരിറ്റീസ് എല്ലാം വിൽക്കും. അപ്പൊ മണി സപ്ലൈ ഇങ്ങോട്ട് വരും. നേരെ മറിച്ച് മണി സപ്ലൈ കുറവുള്ളപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? ഇതെല്ലാം അവര് തിരിച്ചു മേടിക്കും. തിരിച്ചു മേടിക്കുമ്പോൾ സെൻട്രൽ ബാങ്കിന് കിട്ടുന്നത് ആ പഴയ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടും. പക്ഷെ എത്രമാത്രം സർട്ടിഫിക്കറ്റ് ഉണ്ടോ ആ പൈസ എല്ലാം വിപണിയിൽ എത്തുകയും ചെയ്യും. അത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇനി ക്യാഷ് റിസർവ് റേഷ്യോ നമുക്കറിയാം. ഫ്രാക്ഷണൽ റിസർവ്സ് ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫ്രാക്ഷണൽ റിസർവ്സ് ബാങ്കുകൾ അവർക്ക് ഡേ ടു ഡേ കിട്ടുന്ന പണത്തിന്റെ ഒരു നിശ്ചിത ശതമാനം അവർ മാറ്റിവെക്കും. ഇതിനു വേണ്ടിയിട്ടാണ് റിസർവ് ആയിട്ട് വെക്കുന്നത്. അതിനെ പറഞ്ഞത് ക്യാഷ് റിസർവ്. ഇപ്പൊ ഇൻഫ്ലേഷന്റെ സമയത്ത് ക്യാഷ് റിസർവ് കൂട്ടും. 100 രൂപ വരുമ്പോൾ 20% ആണെങ്കിൽ 100 രൂപ വരുമ്പോൾ ബാക്കി 80 രൂപ കൊടുക്കാൻ പറ്റുള്ളൂ. 20 രൂപ ക്യാഷ് റിസർവ് ആയിട്ട് വെക്കും. നേരെ മറിച്ച് ഡിഫ്ലേഷൻ സമയത്ത് നാണയ ചുരുക്കമാണ്.
100 രൂപ വരുമ്പോൾ ചിലപ്പോൾ അവർ 5 രൂപ വെച്ചിട്ട് ബാക്കി 95 രൂപയിൽ ലോൺ കൊടുക്കും. അപ്പോൾ ഈ ഇക്കോണമിയിൽ സർക്കുലേഷനിൽ ധാരാളമായിട്ട് പണം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ ഇക്കോണമി നോർമലൈസ് ചെയ്യുകയും ചെയ്യും. ദാറ്റ് ഈസ് ഫ്രാക്ഷണൽ റിസർവ്സ് എന്ന് പറയുന്നത്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ SLR. Statutory SLR, that means it is that amount of gold and unencumbered securities which the bank has to keep with itself. CRR, cash reserve ratio, has to be kept with the central bank. SLR means, or CRR, statutory liquidity ratio, means that amount of money required to be held with the bank itself in order to meet the liquidity. അപ്പോൾ 2 തരത്തിലുണ്ട്. ഒന്ന് ക്യാഷ് റിസർവ് റേഷ്യോ, ഇത് RBIയിൽ നമുക്ക് കെട്ടേണ്ട പൈസയാണ്. നേരെ മറിച്ച് SLR സ്വന്തം ബാങ്കിന്റെ കൈവശം, അതായത് ഇറ്റ് ഈസ് ദാറ്റ് എമൗണ്ട് ഓഫ് ക്യാഷ് ആൻഡ് അതർ നോൺ എൻകംബേർഡ് സെക്യൂരിറ്റീസ്. നോൺ എൻകംബേർഡ് മീൻസ് ബാധ്യതകളില്ലാത്ത അസറ്റുകൾ. എപ്പോൾ വേണമെങ്കിലും അത് വിറ്റ് കാശാക്കാൻ പറ്റും. അതിനെ പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അപ്പോൾ ഇൻഫ്ലേഷനുള്ള സമയത്ത് SLRന്റെ റേറ്റ് കൂട്ടും. അപ്പോൾ കുറച്ച് പൈസ മാത്രമേ ലോൺ കൊടുക്കാൻ പറ്റുള്ളൂ. ഡിഫ്ലേഷൻ സമയത്ത് കുറച്ച് പണം മാത്രമേ അവർക്ക് കൂടുതൽ പണം അവർക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി അടുത്തതാണ് ക്വാളിറ്റേറ്റീവ്. ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്. എന്താണ് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ? ഇവിടെ എന്താണ് പറയുന്നത്? സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മീൻസ് പണം എല്ലാ മേഖലയിലേക്കും ലോൺ കൊടുക്കാതെ സെലക്റ്റീവ് ആയിട്ടുള്ള പ്രയോറിറ്റി സെക്ടറിലേക്ക് മാത്രം, മുൻഗണനാ മേഖലയിലേക്ക് മാത്രം ലോൺ കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നതിനെ പറയുന്നത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ. മൊത്തമായിട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലേ? നാണയപ്പെരുപ്പം ഉള്ള സമയത്ത് വീണ്ടും ചിലപ്പോൾ ചില ആളുകൾ ലോൺ വരുമ്പോൾ അവർ പണത്തിന്റെ പെരുപ്പം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില മേഖലകൾക്ക് മാത്രം, പ്രയോറിറ്റി സെക്ടർ, മുൻഗണനാ മേഖലകൾക്ക് മാത്രമേ അവർ ആ സമയത്ത് ലോൺ കൊടുക്കൂ. മുൻഗണനാ മേഖല എത്രയാണ്? കുടിൽ വ്യവസായങ്ങൾ, കാർഷിക മേഖല, കുടിൽ വ്യവസായങ്ങൾ, അതുപോലെ ചെറുകിട വ്യവസായങ്ങൾ, ഇവർക്കൊക്കെ ലോൺ കൊടുക്കും. മാത്രം കൊടുത്തേച്ചാൽ മതി. മനസ്സിലായോ? വൻകിട സ്ഥാപനങ്ങൾക്ക് ആ സമയത്ത് ലോൺ കൊടുക്കാൻ പാടില്ല. അതിനെ പറഞ്ഞത് സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ എന്നാണ്. സോ when credit flow for purchasing and holding of such stocks is restricted, traders increase the market supply of these commodities and their prices do not increase much. അപ്പോൾ ക്രെഡിറ്റ് പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് സെലക്റ്റീവായിട്ട് ക്രെഡിറ്റ് നടത്തുന്നുണ്ടെങ്കിൽ they will channelize the credit to priority sectors. ഇതാണ്, they will channelize the credit to മുൻഗണനാ മേഖലയിലേക്ക് മാത്രമേ അവർ പ്രയോറിറ്റി മുൻഗണന, ബാക്കി പൈസ ഉണ്ടെങ്കിൽ മറ്റു മേഖലയിലേക്ക് കൊടുക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ പണത്തിന്റെ ഫ്ലോ ഒരു പരിധി വരെ നിയന്ത്രിക്കാനാണ്, സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ദെൻ അടുത്തതാണ് നമ്പർ വന്നത് മാർജിൻ റിക്വയർമെന്റ്സ്. എന്താണ് മാർജിൻ റിക്വയർമെന്റ്സ്? ദാറ്റ് ഈസ് ദ എമൗണ്ട് വിച്ച് ദ ബാങ്ക് ഡസ് നോട്ട് ഫൈനാൻസ്. മനസ്സിലായോ? മാർജിൻ റിക്വയർമെന്റ്സ് മീൻസ് നമ്മൾ പറഞ്ഞാണ്, ഉദാഹരണമായിട്ട് പറയാനാണ്, ഒരാൾ വീട് വെക്കാനായിട്ട് ലോണിന് വേണ്ടിയിട്ട് ചെല്ലണേ, അവർ 100% ലോൺ കൊടുക്കുന്നത് വളരെ അപൂർവമാണ്. മാർജിൻ പേയ്മെന്റ്സ് എന്ന് പറയും. അതായത് 80% ചിലപ്പോൾ ബാങ്കിൽ ലോൺ കൊടുക്കും, ബാക്കി 20% നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടെടുക്കണം. അതുകൊണ്ടാണ് ബാങ്കിന് ലോൺ എടുക്കുന്ന ചില കെട്ടിടങ്ങളൊക്കെ, വീടുകളൊക്കെ ലോൺ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ആദ്യം തന്നെ അവർ ഫൗണ്ടേഷൻ കെട്ടും. ഫൗണ്ടേഷൻ കെട്ടി അതിൻ്റെ എഞ്ചിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് ചെല്ലുമ്പോഴാണ് ഈ ഫൗണ്ടേഷൻ്റെ പൈസ കൊടുക്കുന്നത്. പിന്നെ അവർ ലിൻഡിൽ വരെ ജനലപ്പൊക്കം വരെ കെട്ടും. അത് ഈ പൈസ കൊണ്ട് അവർ കെട്ടും. അതിൻ്റെ സർട്ടിഫിക്കറ്റ് അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പൈസ കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ അതിൻ്റെ ഫ്ലോർ വാർത്ത് ഇത് കഴിഞ്ഞ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുക്കുമ്പോഴാണ് മൂന്നാമത്തേത് കൊടുക്കുന്നത്. അപ്പം മാർജിൻ മീൻസ് കൂടുതൽ. അപ്പം ഇൻഫ്ലേഷനുള്ള സമയത്ത് ഒരു മാർജിൻ്റെ തോത് കൂട്ടും. 20% മറവാണ് ചിലപ്പോൾ 30% അല്ലെങ്കിൽ ചിലപ്പോൾ 40%. 40% മീൻസ് 60% മാത്രമേ ബാങ്ക് തരുള്ളൂ, ബാക്കി 40% നമ്മുടെ കൈവശത്ത് നിന്ന് തന്നെ നമ്മൾ കണ്ടുപിടിക്കുകയും വേണം. ദാറ്റ് ഈസ് നോൺ ആസ് ഹയർ മാർജിൻ ഓൺ ലോൺ ഡിസ്കറേജസ് ബോറോയിങ്. അതുപോലെ തന്നെ ഈ ഇതുണ്ട്, ഹയർ പർച്ചേസ് ഉണ്ട്. ഇപ്പം പറയുക, നിങ്ങൾ 1000 രൂപ കൊണ്ടുവന്ന് അടിച്ചിട്ട് അത് ഏറ്റവും വില കൂടിയ 2 വീലർ എടുത്തിട്ട് പോയി നിർത്തിട്ടെങ്കിൽ എല്ലാ യങ്സ്റ്റേഴ്സും അവിടെ പിറ്റേ ദിവസം ക്യൂ നിൽക്കും. 10 രൂപ അല്ലെങ്കിൽ യു ഗീവ് 10,000 rupees, ബാക്കി നിങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇഷ്ടംപോലെ ആളുകൾ ലോണിന് വേണ്ടിയിട്ട് ചെല്ലും. നേരെ മറിച്ച് 1,00,000 രൂപയുടെ വണ്ടി ആണെങ്കിൽ 50,000 rupees ആദ്യം അടക്കുക, ബാക്കി ഇൻസ്റ്റാൾമെന്റ്സ് അത് 1 വർഷത്തിനുള്ളിൽ അടച്ച് തീർക്കാന്ന് പറയുമ്പോൾ പലരും പറ്റില്ല. 50,000 rupees ഒന്നിച്ച് റേസ് ചെയ്യാൻ പറ്റൂല. മനസ്സിലായോ? അപ്പോൾ പല ആളുകളും ലോൺ എടുക്കൂല. അപ്പോൾ ഈ മാർജിൻ റിക്വയർമെന്റ്സ് കൂട്ടിയും കുറച്ചും, അല്ലെങ്കിൽ എന്താണ് ഡൗൺ പേയ്മെന്റ്സ്, ഈ ഹയർ പർച്ചേസ് സംബന്ധിച്ചിടത്തോളം ഡൗൺ പേയ്മെന്റ്സ് ആണ്. ഒരു കാർ എടുക്കുകയാണെങ്കിൽ 50% നിങ്ങൾ എടുക്കുക, അതിനെ പറഞ്ഞത് ഡൗൺ പേയ്മെന്റ്. ബാക്കിയുള്ളത് 50% ഞങ്ങൾ നിങ്ങൾക്ക് ലോണായിട്ട് തരാം. ഇന്നിപ്പോൾ ആളുകൾ നമ്മളൊക്കെ ഈ മൊബൈലൊക്കെ നോക്കുമ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നതാണ്, നമ്മളുടെ മൊബൈലിൽ വന്നിരിക്കുന്നതാണ് യുവർ ലോൺ ഓൾറെഡി സാങ്ഷൻഡ്. നമ്മൾ ഇതുവരെ പിന്നെ ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടില്ല. പല പല ബാങ്കുകളിൽ നിന്ന് പറയുന്നത് അറിയാം യുവർ ലോൺ ഈസ് ഓൾറെഡി സാങ്ഷൻ, ദേ ആർ വെയിറ്റിംഗ് ഫോർ യു. നിങ്ങൾ വരിക, നിങ്ങൾ കാശെടുത്തിട്ട് ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അതെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ക്രെഡിറ്റ് റേഷനിങ്. എന്തിനു വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ്? എപ്പോഴാണ് റേഷൻ എന്നത്? ഏതെങ്കിലും ഒരു സാധനം, ഇപ്പം അരിക്ക് വില കൂടിയപ്പോഴാണ് അവർ റേഷനിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയത്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, കാശുള്ളവർ മാത്രമേ അരി മേടിക്കുള്ളൂ. അപ്പോൾ റേഷനിങ് സമ്പ്രദായം നമുക്ക് ആവശ്യമുള്ളതിൻ്റെ അത്രയും തരുമില്ല, അവർ കുറച്ച് മാത്രമേ തരുള്ളൂ. ഉള്ളത് കൊണ്ട് എല്ലാവർക്കും ഈക്വലായിട്ട് വീതിച്ച് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞ റേഷനിങ് സിസ്റ്റം. അപ്പോൾ it can decline a loan for a particular loan to a particular commercial bank. ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് ലോൺ അപ്രോച്ച് ചെയ്യുമ്പോൾ സെൻട്രൽ ബാങ്ക് വരും കൊടുക്കില്ലെന്ന് പറയും. അതേപോലെ തന്നെ it can ask commercial banks to extend certain percentage of credit to the priority. പിന്നെ ലോൺ മൊത്തത്തിലുള്ള ലോൺ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ ആ ലോണിനകത്ത് നിന്ന് ഇത്ര രൂപ കാർഷിക മേഖലയ്ക്കും അതേപോലെ തന്നെ പ്രൈമറി സെക്ടറിനും നിങ്ങൾ കൊടുക്കണമെന്ന് പറയും. അങ്ങനെ പറഞ്ഞാൽ ക്രെഡിറ്റ് റേഷനിങ് ഉള്ളത് കൊണ്ട് എല്ലാവർക്കും തൃപ്തിപ്പെടുത്തി കൊടുക്കുക. ദാറ്റ് ഈസ് നോൺ ആസ് ക്രെഡിറ്റ് റേഷനിങ്. പിന്നെ എന്താണ് മോറൽ സുവേഷൻ? മോറൽ സുവേഷൻ മീൻസ് ധാർമ്മിക പ്രേരണ. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ബാങ്കുകൾ നിർദ്ദേശങ്ങൾ വിടും. ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത ബാങ്കുകൾക്ക് എതിരായിട്ട് എടുക്കുന്ന ആക്ഷനാണ് എന്താണ് ഈ പറഞ്ഞത് ഡയറക്റ്റ് ആക്ഷൻ. ചിലപ്പോൾ ബാങ്കിന്റെ ലൈസൻസ് കട്ട് ചെയ്യും, അല്ലെങ്കിൽ പീനൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ഇതെല്ലാമാണ് നമ്മുടെ RBIയുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. തീർന്നു. Thank you very much. By the grace of God, I was able to complete the portion. അപ്പോൾ 10 chapter ഉണ്ട്, തീർക്കാൻ പറ്റിയില്ല, തീർത്ത്. Thank you very much. I hope you enjoyed my class. Go and read whenever you get time. Thank you very much. Thank you.